റൂൾസ് ഫോർ അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. നമ്മൾ ഇൻറ്റിജേഴ്സ് തമ്മിൽ അഡീഷൻ ചെയ്യുമ്പോൾ അവിടെ ഏത് സൈനാണ് യൂസ് ചെയ്യുക, അവിടുത്തെ റൂൾ എന്താണ് എന്ന ഒരു കണ്ടൻ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 2 പ്ലസ് വന്നാൽ ഉള്ള കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് നോക്ക്, 2 പോസിറ്റീവാണ്, 2 പ്ലസ് ആണ്. അപ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്യുക, 2 നമ്പറും എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക, ആൻസറിൽ പോസിറ്റീവ് വരും. അപ്പോൾ 5 + 2 = 7 ആണ് വരിക. ഓക്കെ, 2 നെഗറ്റീവ് വന്നാലും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. നെഗറ്റീവിൻ്റെ സൈൻ നമ്മൾ മെയിൻ ചെയ്യാതെ 2 തമ്മിലും കൂടി പ്ലസ് ചെയ്യുക, എന്നിട്ട് ആൻസറിൽ നെഗറ്റീവിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കണേ. അഡീഷൻ്റെ കേസിൽ 2 ഡിഫറെൻറ്റ് സൈൻ വന്നാൽ എന്താണ് അവിടെ ആൻസറിൽ വരിക, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന കാര്യത്തിൽ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ നോക്ക്, 5 + -2, അതിൻ്റെ ആൻസർ എങ്ങനെ 3 വന്ന് എന്നതാണ്. ഓക്കെ, അപ്പോൾ 2 ഡിഫറെൻറ്റ് സൈൻ വന്നാലും നമ്മൾ അവിടെ എന്താ ചെയ്യുക, അഡീഷൻ ചെയ്യാനുള്ളതാണെങ്കിൽ കൂടി അവിടുത്തെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, 2 കൂടി സബ്സ്ട്രാക്റ്റ് ചെയ്യുക, 5ൽ നിന്ന് 2 കുറയ്ക്കുക, അപ്പോൾ 3 കിട്ടി. എന്നിട്ട് നമ്മൾ നോക്കുക സൈന്, 5 വലിയ നമ്പർ, 5ൻ്റെ സൈൻ ഏതാ നോക്കുക, 5ൻ്റെ സൈൻ അവിടെ ഏതാ, പോസിറ്റീവാണ്. അപ്പോൾ ആൻസറിൽ പോസിറ്റീവ് വരും. അപ്പോൾ 5 + -2ൻ്റെ ആൻസർ 3 ആയിട്ട് കിട്ടും. ഇനി ലാസ്റ്റിൽ എഴുതിക്കണം നോക്ക്, മൈനസും പ്ലസ്സും. അപ്പോൾ -5 + 2 എന്ന് വന്നാൽ അവിടെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ 2 നമ്പറും കൂടി മൈനസ് ചെയ്യുക. അപ്പോൾ 5ൽ നിന്ന് 2 കുറച്ചാൽ 3 കിട്ടും. അവിടെ എന്നിട്ട് നമ്മൾ നോക്കുക ഏറ്റവും വലിയ നമ്പർ അതിൽ ഏതാണെന്ന്. ഇവിടെ എന്താ 5 ആണ്, 5ൻ്റെ സൈൻ ഏതാണ്, നെഗറ്റീവാണ്. അപ്പോൾ ആൻസർ -3 എന്ന് വരും. അഡീഷൻ ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ റൂള് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.